നമ്മുടെ അനിമൽ കിങ്ഡത്തിന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കുകളിൽ ഒന്നാണ് നമ്മുടെ ഏവ്സ് അഥവാ പക്ഷികൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് എ ബേർഡ്. പക്ഷികൾക്ക് പറക്കാൻ വേണ്ടിയിട്ട് കുറേ മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ വരുത്തിയിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ആ അഡാപ്റ്റേഷൻസ് എന്ന് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ബീക്ക് ആണ്. അപ്പോൾ ബീക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു സ്ട്രീം ലൈൻ സ്ട്രക്ചർ അവരുടെ ബോഡിക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് അവർക്ക് ഈസി ആയിട്ട് മുന്നിലേക്ക് ഫ്രിക്ഷൻ കുറഞ്ഞ, അതായത് നമുക്കറിയാം എയർ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പറക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് അവർക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പറക്കാനായിട്ട് സഹായിക്കുന്നു. രണ്ടാമത്തത് അവരുടെ ഫോർ ലിംസ്, നമ്മുടെ കൈകൾ പോലെയുള്ള ഫോർ ലിംസ് എന്ന് പറയുന്നത് ദേ ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. നമുക്ക് അത് കൈകളാണെങ്കിൽ അവർക്കത് വിങ്സ് ആയിട്ട് ചിറകുകളായി രൂപം മാറിയിരിക്കുകയാണ്. ഇതാണ് അവരെ പറക്കാനായിട്ട് സഹായിക്കുന്ന രണ്ടാമത്തെ അഡാപ്റ്റേഷൻ. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡാപ്റ്റേഷൻ ആണ് അവർക്ക് എയർ ക്യാവിറ്റി ഉള്ള ബോൺസ് അഥവാ ന്യൂമാറ്റിക് ബോൺസ് ഉണ്ട് എന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള എയർ ക്യാവിറ്റി ഉള്ള ബോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ബോഡി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് കുറവാകുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് പറക്കാൻ സാധിക്കും. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ്, വിത്തൗട്ട് എനി ഗ്ലാൻസ്. ഇപ്പം നമുക്ക് സ്കിന്നിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ഗ്ലാൻഡും അവരുടെ സ്കിന്നിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡ്രൈ സ്കിൻ ആയിരിക്കും. ഈ ഡ്രൈ സ്കിൻ എന്തിനാ പറക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നനവ് വന്നു കഴിയുമ്പോൾ അവരുടെ ഫെതേഴ്സ് ഒക്കെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പറക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള സ്വെറ്റിങ്ങോ അല്ലെങ്കിൽ സെബമോ ഒന്നും റിലീസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡും അവരുടെ സ്കിന്നിൽ കൊടുത്തിട്ടില്ല. എപ്പോഴും ഡ്രൈ ആയിരുന്നാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ പറക്കാൻ സാധിക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ബേർഡ്സിന് ഈസി ആയിട്ട് പറക്കാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.